CPM-ൻ്റെയോ ഇടതുമുന്നണിയുടെയോ നേതാക്കൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന അത്ര വലിയ പരാജയമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടത്. പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം താൻ തുടർച്ചയായി 3-ാം വട്ടവും കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം വരെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ പിറ്റേന്ന്, അതായത് മെയ് 5-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൂറ്റൻ പന്തലിടുവാനുള്ള നിർദ്ദേശം അദ്ദേഹം തൻ്റെ അനുചരന്മാർക്ക് നൽകിയത്. ഇത് അന്ന് വലിയ വാർത്തയായി മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ഏതൊക്കെയാണെങ്കിലും മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലെത്തിയപ്പോൾ LDFന് കനത്ത പരാജയമുണ്ടായപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു നേതാവായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. തൻ്റെ 87-ാം വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് തിരികെ എത്തുന്നു എന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ്, അതിനുള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന നേതാവ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CPM-ൻ്റെ ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെ പിണറായിയുടെ ഈ അധികാരത്തോടുള്ള ആർത്തിക്കെതിരെ കർശനമായ വിമർശനം ഉയർന്നു വന്നിട്ടും ഒരു ഏകാധിപതിയെപ്പോലെ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുവാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ഇതിന് കൃത്യമായ ചില കാരണങ്ങൾ അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് നിരത്തുന്നുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. UDF സർക്കാരിനെ എങ്ങനെയെങ്കിലും സമ്മർദ്ദത്തിലാക്കി അടുത്ത 5 വർഷവും കേരളത്തിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അങ്ങനെ 5-ാം വർഷം അധികാരം തിരികെ പിടിക്കുക എന്ന പദ്ധതിക്കാണ് പിണറായി വിജയൻ രൂപം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കുണ്ടായിട്ടുള്ള പരാജയം ഇതുവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചില മുഖ്യധാര വാർത്താ മാധ്യമ ചാനലുകളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചാനൽ റിപ്പോർട്ടർ TV-യാണ്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് തിരികെ എത്തും എന്ന രീതിയിൽ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അനവധി വ്യാജ വാർത്തകളും റിപ്പോർട്ടുകളുമാണ് അവർ പടച്ചുവിട്ടത്. പെയ്ഡ് സർവേകൾ നടത്തി പിണറായി വിജയൻ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് കേരളത്തിൽ തിരികെ എത്തുമെന്നുള്ള ഫലപ്രവചനം പോലും അവർ നടത്തുകയുണ്ടായി. റിപ്പോർട്ടർ ഉടമകളുടെ സകല കൊള്ളരുതായ്മകൾക്കും പിണറായി വിജയൻ കുട പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തരം നെറുകെട്ട മാധ്യമ പ്രവർത്തനം അവർ നടത്തിപ്പോരുന്നത്. ഏതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷവും ശക്തമായ നീക്കങ്ങളുമായി പിണറായിക്കൊപ്പം തന്നെയാണ് റിപ്പോർട്ടർ TVയും നിലയുറപ്പിക്കുന്നത് എന്ന് അവരുടെ വാർത്താ മാധ്യമ പരിപാടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഗൂഢ നീക്കങ്ങളെക്കുറിച്ചുള്ള നിർണായകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. VD സതീശൻ നേതൃത്വം നൽകുന്ന സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ അസ്ഥിരതപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾക്ക് ഇവർ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. സർക്കാരിനെ ഒരു നമ്പർ ഗെയിമിൽപ്പെടുത്തി അസ്ഥിരതപ്പെടുത്തുവാൻ കഴിയില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഇടതുമുന്നണിക്ക് ഉള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയനും കൂട്ടാളികളും മറ്റൊരു ഗൂഢ പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി SFI കുട്ടികളെ തെരുവിലേക്ക് ഇറക്കി വിടുക എന്ന സമീപനം സർക്കാർ അധികാരത്തിലേറ്റ് ദിവസങ്ങൾക്കകം തന്നെ CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി പുനരധിവാസ പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിക്കുവാനും 2-ാം മുത്തങ്ങയായി എറണാകുളത്ത് നടന്ന സംഭവത്തെ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങളൊക്കെയും CPM-നെയും ഇടതുമുന്നണിയെയും ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യരാക്കുമ്പോൾ മറ്റൊരു നിന്ദ്യമായ നീക്കത്തിന് ഇവർ കൂട്ടുന്നു എന്ന റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് മുന്നറിയിപ്പായി ഇപ്പോൾ മന്ത്രിമാർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നതെന്ന് ദീപിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ ഭരണകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സുതാര്യമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDFൻ്റെ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മന്ത്രിമാരുടെ ഓഫീസിലേക്കും മുഖ്യമന്ത്രിക്കരികിലേക്കും മന്ത്രിമാർക്കരികിലേക്കും എത്തുവാൻ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടില്ല. എന്നാൽ ഇത് ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിനെ അസ്ഥിരതപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ ചില ചാനലുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് P. വിജയൻ എന്ന ഇൻ്റലിജൻസ് മേധാവി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൈമാറിയിട്ടുള്ളതെന്നാണ് ദീപിക വ്യക്തമാക്കുന്നത്. അതായത് മന്ത്രിമാരുടെ അടുത്തേക്ക് വളരെ സുഗമമായി എത്താനുള്ള ആക്സസിബിലിറ്റി ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്പൈ ക്യാമറ ഓപ്പറേഷൻസിന് ചില സ്വകാര്യ ചാനലുകൾ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപിക പറയുന്നതനുസരിച്ച് വ്യക്തിപരമായ വിവാദങ്ങളിലോ അഴിമതി ആരോപണങ്ങളിലോ മന്ത്രിമാരെ കൊടുക്കുവാനുള്ള
ഗൂഢനീക്കങ്ങൾക്ക് വേണ്ടി ചാനലുകൾ ചില സ്പെഷ്യലിസ്റ്റുകളെ നിയോഗിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ചാനലുകളുടെ പേര് എടുത്തു പറയുന്നില്ല എങ്കിൽ കൂടിയും നമുക്ക് കേരള രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഒന്നാം നിരയിലുള്ളത് റിപ്പോർട്ടർ TV ആണെന്ന് ഊഹിക്കുവാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്ന വസ്തുതയും നാം തിരിച്ചറിയേണ്ടതാണ്. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റു ചില വസ്തുതകൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം UDFനെതിരെ CPM ഏറ്റവും അധികം ഉപയോഗിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ച റിനി ആൻ ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തകയും സിനിമാ താരവുമായ കഥാപാത്രം UDFന്റെയും കോൺഗ്രസിൻ്റെയും സാധ്യതകൾക്ക് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിരവധി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നതും ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ UDF അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ യാതൊരു നാണവും മാനവുമില്ലാതെ VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് കടന്നു കയറുന്ന റിനിയെയും നാം കണ്ടിട്ടുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഇടം കിട്ടാതിരുന്ന സത്യപ്രതിജ്ഞാ വേദിയിലെ VIP ഏരിയയിലേക്ക് റിനി കടന്നു കയറുകയും രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സെൽഫി എടുക്കുകയും ചെയ്തിരുന്നു. റിനിയുടെ ഈ കടന്നുകയറ്റം ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർ ഇവരെ കൂകിയോടിക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇതുകൊണ്ടൊന്നും പിന്മാറുവാൻ തയ്യാറാകാതെ താൻ കോൺഗ്രസ്സുകാരിയാണ്, VD സതീശൻ്റെ അടുപ്പക്കാരിയാണ് എന്ന നിലയിലുള്ള സമൂഹ മാധ്യമ പ്രചരണങ്ങളുമായി റിനി ഇപ്പോഴും കളം നിറയുകയാണ്. VD സതീശൻ്റെ മാത്രമല്ല ഒരു പിടി കോൺഗ്രസ് മന്ത്രിമാരുടെ അടുപ്പക്കാരിയാണെന്ന് കാണിക്കുവാൻ നിരവധി ചിത്രങ്ങളും റിനി ഇതിനോടകം തന്നെ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം താൻ സഹതാപം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണെന്നും സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ക്രൂരമായി വേട്ടയാടപ്പെടുന്നത് എന്നുമുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുവാനും റിനിയുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിലൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയാണ് റിനിയും റിപ്പോർട്ടർ TVയും തമ്മിൽ എന്തെങ്കിലും വിധത്തിലുള്ള അന്തർധാര ഉണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. റിനി ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിലുള്ള പല അവതാരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ക്രെഡിബിലിറ്റി തകർക്കുവാനുള്ള നീക്കങ്ങൾക്ക് റിപ്പോർട്ടർ TV തുടക്കം കുറിക്കുമെന്ന കൃത്യമായ സൂചന ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് സർക്കാരിന് മുമ്പിലേക്ക് എത്തുമ്പോൾ എന്തുതരം മുൻകരുതലുകളാണ് സ്വീകരിക്കുവാൻ കഴിയുക എന്നത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരും ആലോചിക്കേണ്ടതുണ്ട്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായ പ്രതിരോധം തീർത്തില്ല എങ്കിൽ UDF സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കുവാനുള്ള നീക്കങ്ങൾ വളരെ ആസൂത്രിതമായി വിജയത്തിലെത്തുകയും അത് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ള മഹാവിജയത്തിൻ്റെ ശോഭ കെടുത്തുകയും ചെയ്യും. നമുക്കറിയാം ഇതിന് സമാനമായ സംഭവങ്ങളാണ് 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായത്. അന്ന് അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു കയറിക്കൊണ്ട് സരിത S. നായർ എന്ന യുവതി നിരവധി ക്രമക്കേടുകൾ നടത്തുകയും പിന്നീട് UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ സംശയനിഴലിലാക്കുന്ന ഏറ്റവും നിന്ദ്യമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കും മുന്നണിക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയും അധികാര നഷ്ടം സംഭവിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ ഒരു മോഡൽ ആവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ പിണറായി വിജയൻ മുന്നിട്ടിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തുള്ളത് റിപ്പോർട്ടർ TV പോലുള്ള ചാനലുകളാണ് എന്നുള്ളിടത്ത് ഇതിൻ്റെ ഭീകരത വർദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് റിലീസായിട്ടുള്ള റൺ ബേബി റൺ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ആധുനിക സ്പൈ ക്യാമറകൾ ഉപയോഗിച്ച് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷനുകൾ പുറത്തു കൊണ്ടുവരുന്നത് നാം കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ഓപ്പറേഷനുകൾ ഇത്തരം ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുവാൻ CPM പ്രതിപക്ഷ നിരയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യവും നാം മറന്നുപോകുവാൻ പാടില്ല. ഇതിനെതിരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന P. വിജയൻ എന്ന സത്യസന്ധനായ ADGP പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ മാനസപുത്രനായിരുന്ന ADGP അജിത് കുമാറിന് അനവധി പീഡനങ്ങൾക്ക് ഇരയായ വ്യക്തിത്വമാണ്. അതിൻ്റെ പേരിൽ സസ്പെൻഷൻ പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിത്വമാണ്. അതിനാൽ തന്നെ P. വിജയനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഈ സർക്കാരിന് സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ ആ കഴുകൻ കണ്ണുകളെ വെട്ടിക്കുവാൻ പിണറായി വിജയനും പിണയാളികൾക്കും എത്രമാത്രം സാധിക്കുമെന്ന ചോദ്യം സജീവമാണെങ്കിൽ പോലും റിസ്ക് ഇവിടെയുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോകരുത്. അതിനാൽ തന്നെ UDF സർക്കാരിൻ്റെ നിലനിൽപ്പ് P. വിജയനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഫോടനാത്മകമായ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാരിന് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ മുന്നറിയിപ്പാണ്, താക്കീതാണ്. അപകടത്തിൻ്റെ പലവിധ ലക്ഷണങ്ങളും നാം കണ്ടു തുടങ്ങുന്നുണ്ട്. ജാഗ്രത പാലിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് മന്ത്രിമാരും തന്നെയാണ്. ഈ മുന്നറിയിപ്പുകൾ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.